സോഷ്യൽ മീഡിയയിലെ പ്രിയങ്കരൻ ഇപ്പോൾ ബിഗ് സ്ക്രീനിലും ചരിത്രം കുറിക്കുകയാണ്. വാഴ 2 ബയോപിക് ഓഫ് ബില്ലിൻ റോസ് തിയേറ്ററുകളിൽ വമ്പൻ തരംഗമായി മാറുന്നു. റിലീസ് ചെയ്ത് ആദ്യ ദിനം തന്നെ 10.5 കോടി രൂപയുടെ ആഗോള കളക്ഷനുമായി ബോക്സ് ഓഫീസിൽ രാജകീയ തുടക്കമാണ് ചിത്രം കുറിച്ചിരിക്കുന്നത്. നവാഗതനായ സബിൻസ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഹാഷിർ, അലൻ, അജിൻ, വിനായക് എന്നിവരുടെ പ്രകടനം പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നു. ഹാഷിറിന്റെയും സംഘത്തിന്റെയും സ്വാഭാവികമായ തമാശകളും പ്രകടനവും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സൗഹൃദത്തിന്റെ ആഴവും രസകരമായ നിമിഷങ്ങളും കോർത്തിണക്കിയ ഈ ചിത്രം യുവാക്കളെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നു. പ്രശസ്ത സംവിധായകൻ വിപിൻ ദാസിന്റെ തിരക്കഥയും സംഭാഷണവുമാണ് ചിത്രത്തിന്റെ നട്ടെല്ല്. അജു വർഗീസ്, സുധീഷ്, വിജയ് ബാബു, ബിജുക്കുട്ടൻ, വിനോദ് കെടാമംഗലം തുടങ്ങിയ പ്രമുഖ താരങ്ങളും ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തുന്നു. സംവിധായകൻ അൽഫോൺസ് പുത്രൻ കൂടി സ്ക്രീനിലെത്തുന്നത് ആരാധകർക്ക് ഇരട്ടി മധുരമാകുന്നു. ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിലവിൽ 1-ാം സ്ഥാനത്താണ് ഈ ചിത്രം. മികച്ച മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനത്തേക്കാൾ വലിയ തിരക്കാണ് 2-ാം ദിനത്തിൽ തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്നത്. മലയാള സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി വാഴ 2 മാറുമെന്ന് കരുതാം. വാഴ 2 ബയോപിക് ഓഫ് ബില്ലിൻ റോസ് വെറും ഒരു സിനിമയല്ല, അതൊരു ആഘോഷമാണെന്ന് തന്നെ പറയാം. ഇന്ത്യൻ സിനിമയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്നു നിതേഷ് തിവാരിയുടെ രാമായണം. 4000 കോടി രൂപയുടെ ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ക്യാരക്ടർ ടീസർ പുറത്തിറങ്ങിയപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് ഒരു വിസ്മയമായിരുന്നു. എന്നാൽ ടീസർ പുറത്തു വന്നത് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വലിയ പ്രതിഷേധങ്ങളും പരിഹാസങ്ങളുമാണ്. 8 തവണ ഓസ്കാർ പുരസ്കാരം നേടിയ DNEG സ്റ്റുഡിയോ ആണ് ചിത്രത്തിന്റെ വിഷ്വൽ എഫക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ പണ്ട് വൻ പരാജയമായി മാറിയ ആദിപുരുഷ സിനിമയ്ക്ക് സമാനമാണെന്നാണ് പ്രേക്ഷകരുടെ ആക്ഷേപം. കോടികൾ ചിലവഴിച്ചിട്ടും VFXൽ ഒരു കാർട്ടൂണിന്റെ നിലവാരം മാത്രമേ ഉള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന വിമർശനം. ശ്രീറാമനെ എത്തുന്ന രൺബീർ കപൂറിന്റെ പ്രകടനത്തിനെതിരെയും സോഷ്യൽ മീഡിയയിൽ മുറുമുറുപ്പ് ഉയരുന്നുണ്ട്. നടന്റെ ഭാവങ്ങൾ അസ്വാഭാവികമാണെന്നും രാമന്റെ തേജസ് മുഖത്ത് പ്രതിഫലിക്കുന്നില്ലെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. സായ് പല്ലവി സീതയായും റോക്കി ബായ് യശ് രാവണനായും സണ്ണി ഡിയോൾ ഹനുമാനായും എത്തുന്ന ഈ ചിത്രത്തിന് വലിയൊരു താരനിര തന്നെയുണ്ട്. VFX നിരാശപ്പെടുത്തിയെങ്കിലും സംഗീത ലോകത്തിലെ 2 ഇതിഹാസങ്ങൾ ഹാൻസ് സിമ്മറും AR റഹ്മാനും ആദ്യമായി ഒന്നിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. കൂടാതെ ലോക പ്രശസ്തരായ ടെറി നോട്ടറി, ഗേ നോറിസ് എന്നിവർ ഒരുക്കുന്ന ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. 2 ഭാഗങ്ങളിലായാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. 2026 ദീപാവലിക്ക് ആദ്യ ഭാഗവും 2027 2-ാം ഭാഗവും റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. നിലവിൽ 2-ാം ഭാഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ആദ്യ ടീസറിലെ പോരായ്മകൾ പരിഹരിച്ച് ചിത്രം ഒരു വിസ്മയമായി മാറുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. ബ്രിട്ടീഷ് ഡ്രാമ സീരീസ് പീക്കി ബ്ലൈൻഡേഴ്സ് സീക്വലിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ട് നെറ്റ്ഫ്ലിക്സ്. ജെയ്മി ബെൽ ആണ് ഈ സീരീസിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പീക്കി ബ്ലൈൻഡേഴ്സിൽ കിലിയൻ മർഫി അവതരിപ്പിച്ച തോമസ് ഷെൽബി എന്ന കഥാപാത്രത്തിന്റെ മകൻ ഡ്യൂക്ക് ഷെൽബി ആയാണ് താരമെത്തുന്നത്. പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ എന്ന സിനിമയുടെ വിജയത്തിന് പിന്നാലെയാണ് ഈ പുതിയ പ്രഖ്യാപനം. പീക്കി ബ്ലൈൻഡേഴ്സ് സീരീസിന്റെ സൃഷ്ടാവ് സ്റ്റീഫൻ നൈറ്റ് തന്നെയാണ് സീക്വലും ഒരുക്കുന്നത്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള 1950കളിലെ ബർമിംഗ്ഹാമിലാണ് സീക്വൽ സീരീസിന്റെ കഥ നടക്കുന്നത്. നഗരം പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളും അതിനിടയിലെ അധികാര തർക്കങ്ങളുമാണ് പ്രമേയം. ദ ഇമ്മോർട്ടൽ മാൻ എന്ന സിനിമയ്ക്ക് 10 വർഷത്തിനു ശേഷമാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 6 എപ്പിസോഡുകളുള്ള 2 സീസണുകളാണ് പുതിയ പരമ്പരയ്ക്കുള്ളത്. സീരീസിന്റെ ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.